അച്ചമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ ചെറിയൊരു പിറന്നാൾ ആഘോഷം. അച്ചമ്മ ജനിച്ചത് 1930 ഡിസംബർ 12 എന്നാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അച്ചമ്മേൻ്റെ ഓർമ്മയിലുള്ളത് മകരത്തിലെ മകത്തിനാണ് പിറന്നത്. ഏകദേശം രണ്ടും ഏകദേശം ഒന്നായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ മകരത്തിലെ മകം വരുന്നത് ജനുവരി 28-നാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, പിറന്നാൾ ആഘോഷിക്കാൻ കുറച്ച് മുമ്പേ തീരുമാനിച്ചു. അച്ചമ്മയുടെ മക്കളും കൊച്ചുമക്കളും കൂടെയുള്ള ഒരു ചെറിയൊരു ആഘോഷം. അപ്പോൾ ആദ്യം ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പൊക്കെ ഒന്ന് പറയാം. ഒരു 4 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പകുതി മഞ്ഞളും മുളകും ഉപ്പിട്ട് പെരക്കി വെച്ചു. ശേഷം ബാക്കിയുള്ളത് ഞാൻ കുറച്ചുകൂടി ചെറുതാക്കി അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് പെരക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒരു 4-5 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അത് പൊരിച്ചെടുത്തു. എന്തുണ്ടാക്കണം എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പൊരിച്ചവിടെ വെച്ചിട്ട് അവസാനം എന്താണ് മനസ്സിലേക്ക് വരുന്നത് അതനുസരിച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ പൊരിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് പൊരിച്ച് വെച്ചപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ആക്കാമെന്ന് കരുതി. ആദ്യം മനസ്സിൽ വന്നത് ചിക്കൻ ചില്ലിയാണ്. പക്ഷെ അത് എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പം കൊണ്ടാട്ടം കുറച്ചുകൂടി വെറൈറ്റി അല്ലേ എന്ന് കരുതിയിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് കരുതി. അതിനെ കുറച്ചധികം ചെറിയുള്ളി വേണമായിരുന്നു. അപ്പോൾ അച്ചമ്മേൻ്റെ സഹായം തേടിയതാണ് ചെറിയുള്ളി തോല് പൊളിച്ചെടുക്കാൻ. തോല് പോക്കിയ ചെറിയുള്ളിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയിലിട്ട് അതോടൊപ്പം കുറച്ച് കരിവേപ്പിലയും ഉപ്പും ചേർത്ത് ഒന്ന് കളർന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പുറത്ത് പായസം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പായസത്തിൻ്റെ പ്രിപ്പറേഷൻ ചേച്ചിയാണ്. അതിലേക്ക് 3 പച്ചമുളകാണ് ഇട്ടത്. എന്നിട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ ഒന്ന് പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം അതിലേക്കുള്ള മെയിൻ ഇത് നമ്മുടെ ഉണക്കമുളകില്ലേ, ഈ കായ്മുളക് എന്നൊക്കെ പറയുന്നത്, അത് പൊടിച്ചതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പിന്നെ നമുക്കതിലേക്ക് ഈ സോസാണ് വേണ്ടത്, ടൊമാറ്റോ സോസ് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യമാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇടാം കേട്ടോ. ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ഇടാം. എരിവൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടാം. അത് ഞാൻ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ചതാണ്. കുറച്ചും കൂടി എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. അതോടൊപ്പം ഞാൻ അതിൽ ഒരിത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കുറച്ചധികം മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ കൂടി ചെരിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ പിടിപ്പിച്ച് എടുത്താൽ നമ്മുടെ സൂപ്പർ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാണ്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത്തിരി തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയും കപ്പപ്പുഴുക്കും പിന്നെ ഉള്ളത് പുട്ടുമാണ്. പുട്ടും കപ്പപ്പുഴുക്കും നമ്മളിവിടെ തന്നെ ഉണ്ടാക്കി പൊറോട്ട മേടിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങൾ. വൈകുന്നേരമായിരുന്നു പരിപാടി. ഒരു 6 മണിക്ക് ശേഷം എല്ലാവരും വന്നു. കേക്കൊക്കെ റെഡിയാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ എന്ന് എഴുതിയ കേക്കൊക്കെ റെഡിയാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ നമ്മൾ വെക്കുമ്പോഴേ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കുട്ടികൾക്കാണ്. അവർക്ക് ഒത്തുചേരാനുള്ളൊരു അവസരം കൂടിയാണ്. അവർക്ക് ഒന്നിച്ച് കളിക്കാനും കഥ പറയാനുള്ളൊരു അവസരമാണ് ഇതൊക്കെ. അച്ചമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. ആ 3 മക്കളും അവരുടെ മക്കളും പേരമക്കളും ചേർന്ന ഒരു കൊച്ചു ബർത്ത്ഡേ ആഘോഷമാണ്. ഗയാൽസ് അച്ചമ്മയെ മുത്തശ്ശി എന്നാണ് വിളിക്കാറ്. ഗയാൽസിൻ്റെ അച്ചാച്ചൻ്റെ അമ്മയാണ്. അപ്പോൾ മുത്തശ്ശി എന്നാണ് വിളിക്കാറ്. ഇതിപ്പോൾ അച്ചമ്മയുടെ 94-ാം പിറന്നാളാണ്. അപ്പോൾ അച്ചമ്മയിൽ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയുടെ ഭക്ഷണത്തിനുള്ള കൺട്രോളാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ 94-ാം വയസ്സിൽ അച്ചമ്മയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം എന്താണോ അത് കഴിക്കും. പിന്നെ 11 മണിക്ക് കഞ്ഞിയാണ്, ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. ചോറ് അച്ചമ്മ ഒഴിവാക്കിയിട്ട് ഒരുപാട് കാലമായി, ഒരു വർഷത്തിനൊക്കെ മേലെയായി ചോറ് തീരെ കഴിക്കാണ്ടായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയാണ്, വൈകുന്നേരം ഇതേപോലെ പഴങ്ങൾ കഴിക്കും, രാത്രി ഓട്സ്. ഇതാണ് അച്ചമ്മയുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി. ഇത് അച്ചമ്മ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അച്ചമ്മ ഓരോ വയസ്സ് കഴിയുന്നതിനനുസരിച്ച് ഓരോ ഭക്ഷണങ്ങൾ ഒഴിവാക്കി അച്ചമ്മയ്ക്ക് എന്താണോ ആവശ്യം, എന്താണോ വയറിന് സുഗമമായിട്ടുള്ളത് വെച്ചാൽ അത് കണ്ടെത്തിയിട്ട് അച്ചമ്മ തന്നെ കഴിക്കും. അപ്പം വേറെ എന്ത് നമ്മൾ കൊടുത്താലും വേണ്ട, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എത്ര നിർബന്ധിച്ചാലും അച്ചമ്മ കഴിക്കില്ല. അപ്പോൾ അതന്നെ ഒരു അതിശയിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അച്ചമ്മ ഓട്സാണ് കഴിച്ചത്. അപ്പോൾ ഈ ഒരു ഭംഗി വാക്കോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ.